ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കസ്റ്റമറിന്റെ അടുത്ത് നിന്നുണ്ടായ ഒരു ബാഡ് ഇൻസിഡന്റ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. ഒരു കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്നായിരുന്നു കോൺടാക്ട് ചെയ്തത്. ഡ്രീം കേക്കിന് വേണ്ടിയിട്ടായിരുന്നു. ഡ്രീം കേക്കിന് നമുക്ക് ഫ്രീ ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് ഡെലിവറി ചാർജ് ആവും ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കളിയാക്കിയിട്ടാണ് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഡെലിവറി ചാർജ് ഒക്കെ മേടിക്കുന്നത്, ഫ്രീ ഡെലിവറി ചെയ്തുകൂടെ എന്നൊക്കെ ഉള്ളത്. ഞാൻ റീസൺ പറഞ്ഞു, ഇവിടുന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് ആ റൂട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു എമൗണ്ട് ഡെലിവറി ചാർജ് ആവുന്നുള്ളത് പറഞ്ഞു. പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. റൂട്ടുള്ള ദിവസം തിരിച്ച് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് റൂട്ടുള്ളത് കൊണ്ട് ഞാൻ പുള്ളിക്കാരനെ രാവിലെ തന്നെ തിരിച്ചു വിളിച്ചു. ടോട്ടൽ എമൗണ്ട് ആവുമെന്ന് പറഞ്ഞു, ഡെലിവറി ചാർജ് ആവുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഓക്കെയാണ്, കൊടുത്തു വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ ഡെലിവറി ബോയ്സിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ സ്ഥലത്തല്ല പുള്ളിക്കാരൻ നിന്നത്, 4 കിലോമീറ്റർ മാറി അപ്പുറത്താണ് നിന്നത്. അപ്പം അവിടെയും ഡെലിവറി ബോയ്സ് ചെന്നപ്പോൾ പുള്ളിക്കാരൻ കേക്ക് റിസീവ് ആക്കിയിട്ട് പറഞ്ഞത്, ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വലിയ കേക്കും ഉണ്ട് ചെറിയ കേക്കും ഉണ്ട്, അപ്പോൾ എനിക്ക് ആ വലിയ കേക്കായിരുന്നു വേണ്ടത്, ഇത് ചെറുതാണ്, അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ഫ്രോഡ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു കേക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് മുന്നേ പറയണം. കാര്യം ഒരാൾ ഇവിടുന്ന് അതിന് വേണ്ടിയിട്ട് അവിടെ വരെ വരുമ്പോഴത്തേക്ക് നമുക്കത് വലിയ നഷ്ടമാണ്. കാര്യം സമയം ഒരാളുടെ അല്ല, 2-3 പേരുടെ സമയമാണ് പോകുന്നത്. പാക്കിംഗ് ടൈം, ഡെലിവറി ടൈം, പെട്രോള് എല്ലാം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ വേണ്ടെങ്കിൽ ആദ്യമേ പറയുന്നതായിരിക്കും ബെറ്റർ. ഡെലിവറി നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ വരുമ്പോൾ വേണ്ടാന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അത്രയും പേരുടെ സമയം പോകുന്നതാണ്. ആദ്യമേ പറഞ്ഞാലും നമുക്കിത് പ്രശ്നമില്ലല്ലോ, കൊണ്ടുവരേണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കസ്റ്റമേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഡെലിവറി പോയിന്റിൽ എത്തുമ്പോൾ വേണ്ട, പിന്നെ അങ്ങനെയാണ് റീസൺ പറയുന്നത്. അപ്പം ഈ കസ്റ്റമർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്തത് അത്യാവശ്യം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും ആരുടെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം എല്ലാവരുടെ സമയത്തിന് വിലയുണ്ട്, അത് മനസ്സിലാക്കുക. പിന്നെ കുറേ കസ്റ്റമേഴ്സ് ചിലരൊക്കെ പറയുന്നുണ്ട് ഡ്രീം കേക്കിന് ടിന്നിൻ്റെ കാര്യം. ആകെപ്പാടെ ഒരേ ഒരു ടിന്നേ ഉള്ളൂ, ഇതാണ് ആ ടിന്ന്. ഈ ടിന്നിലാണ് നമ്മൾ 50 രൂപയുടെ ഡ്രീം കേക്ക് നിറയ്ക്കുന്നത്. ഈ ഒരു ടിന്ന് അടപ്പൂടെയായിട്ട് വരുമ്പം ഈ ഒരു സൈസിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റിക്കർ മാത്രമേ വ്യത്യാസമുണ്ട്. ആദ്യമേ നമ്മളുടെ റൗണ്ട് മാത്രമായിട്ടുള്ള സ്റ്റിക്കർ ആയിരുന്നു. ഇപ്പം നമ്മളിത് പ്രോഡക്റ്റ് ആക്കിയത് കൊണ്ട് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഈ ഡ്രീം കേക്കിനൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ. ഈ ഒരു ടിന്നിൽ തന്നെയാണ് നമ്മൾ ഡ്രീം കേക്ക് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് വേറെ 2 സൈസ് 3 സൈസ് ഒന്നും ഇല്ല. ഈ ഒരു സൈസ് മാത്രമേ നമുക്ക് ഡ്രീം കേക്കിന് അവൈലബിൾ ആയിട്ടുള്ളൂ. താങ്ക് യു.